ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ വാഗമണിലേക്കാണ് പോയത്. അപ്പോൾ ഇടയ്ക്ക് ചെന്നപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. ഇടയ്ക്ക് ചെന്നപ്പോൾ ഒരു ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഈ ഒരു കഫേയിലാണ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. ബെൽഫാം എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ചായയും കാപ്പിയും സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ചെറിയൊരു ഹട്ട് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് എല്ലാം ചായയൊക്കെ കഴിക്കാം, റെസ്റ്റ് എടുക്കാം. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു കുറച്ചൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഫുള്ളും മിസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ക്ലൈമറ്റായിരുന്നു ചെന്നപ്പോൾ. ആകെ റൈറ്റ് സൈഡ് ഫുള്ളും ഇതുപോലെ മഞ്ഞ് മൂടിയിരുന്നിട്ട് ഒന്നും കാണാൻ വയ്യാത്ത പുക പോലെ തോന്നുന്നില്ലേ. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു. ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ഏരിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേപോലെ ഊഞ്ഞാലാടാനായിട്ടുള്ള കുറച്ചൊരു സ്പേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഊഞ്ഞാലെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വീതിയിലുള്ള ഒരു പലകയൊക്കെ വെച്ചിട്ട് 2, 3, 4 പേർക്കൊക്കെ ഞങ്ങളിരുന്ന് ആടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു. ഇപ്പോൾ മുട്ടക്കുന്നുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയുള്ള അതിമനോഹരമായ കാഴ്ച. ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് പാസ് തന്നിട്ട് അകത്തേക്ക് എൻ്റർ ചെയ്യണത്. അപ്പം ഞങ്ങളുടെ കൂടെ മോളുടെ ഫാമിലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ 3 ലെയറിലുള്ള കുന്നുകൾ ഇങ്ങനെ കാണാം. അപ്പം മോളുടെ ബ്രദറ് റോപ്പ് വേയിൽ പോകുന്നതിൻ്റെ ഒരു വിഷ്വലാണത്. അധികമൊന്നുമില്ല, 1 മിനിറ്റ് തികച്ചുണ്ടോയെന്ന് തന്നെ അറിയില്ല. അവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. ജസ്റ്റ് അപ്പുറത്തേക്കൊന്ന് പോവുക. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് നടന്ന് തന്നെ വരണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള വഴിയോര കാഴ്ചകൾ, ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് എടുത്ത് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റംസൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചിന് കയറിയതാണ്. ലഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്രയിലാണ്. ഇപ്പോൾ ഇവിടെ ടീ പ്ലാന്റേഷനൊക്കെ നിങ്ങൾ കണ്ടില്ലേ 2 സൈഡും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലും നല്ല ക്രൗഡായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് വിഷ്വൽസൊന്നും അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. തിരികെ നമ്മൾ രാവിലെ ബ്രേക്ക് എടുത്ത ബെൽഫാമിലേക്ക് തന്നെയാണ് വന്നത്, റിസോർട്ടിലേക്ക്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സന്ധ്യ സമയത്ത് റോഡിലൂടെ നടന്നു. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. എങ്കിലും അത്യാവശ്യം തിരക്കൊഴിഞ്ഞ റോഡ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് നടക്കാൻ പറ്റി. അങ്ങനെ കണ്ട ഒരു ജീവിയാണ്. അത് റൂമിനടുത്ത് കണ്ട ജീവിയാണ്. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അനംവാക്കിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരുപാട് വിചിത്ര ജീവികൾ, നമ്മുടെ ഇവിടെ ഒന്നും കാണാത്ത രീതിയിലുള്ള പുതിയ ജീവികളെയൊക്കെ അവിടെ കാണാൻ പറ്റി കേട്ടോ. അത് ബിൽഡിങ്ങിൻ്റെ റിസോർട്ടിൻ്റെ ഓണറായിരുന്നു. പുള്ളി നല്ല ഡീസൻ്റാണ് കേട്ടോ, സംസാരിക്കാനും പെരുമാറാനും. ഹായ് വ്യൂവേഴ്സ്, ഞങ്ങളിപ്പോൾ ഫാമിലി എല്ലാവരും ഉള്ളത് വാഗമണിലാണ്. വാഗമണിൽ ബെൽഫാം റിസോർട്ടിൽ മിസ്റ്റർ ജോസഫ് ആൻഡ് ഫാമിലിയാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. നല്ല അടിപൊളി റിസോർട്ടാണ്. അവരുടെ ഫാമിലി എല്ലാ മെമ്പേഴ്സും കൂടിയാണ്, ഫാദർ, മദർ ആൻഡ് സിസ്റ്റർ എല്ലാവരും കൂടിയാണ് അവർ ഈ റിസോർട്ട് നടത്തുന്നത്. ഞങ്ങൾ യാദൃശ്ചികമായി ഇവിടെ എത്തിച്ചേർന്നതാണ്. ആക്ച്വലി ഞങ്ങൾ താമസിക്കേണ്ടത് വാഗമൺ ഹില്ല് മേളിലാണ്. പക്ഷെ ഞങ്ങളിവിടെ വന്ന് ചായ കുടിക്കാൻ കയറിയപ്പോൾ ഇവരായിട്ട് പരിചയപ്പെട്ട ആ പരിചയം ഞങ്ങളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത്, ഇവിടെ നിന്ന് നമ്മൾ രാത്രി നോക്കിയ
ഇടുക്കി മൂലമറ്റം പവർ സ്റ്റേഷന്റെ ആ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ടോപ്പില് ആയിട്ട് മൂന്നാറിന്റെ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ലൈറ്റിങ്, പിന്നെ നല്ല കോടമഞ്ഞ്, നല്ല അടിപൊളി വ്യൂ ആണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങളിത് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് സൂപ്പർ ഫുഡ്, നല്ല ഹോംലി ടച്ചുള്ള അടിപൊളി ഫുഡ്, എല്ലാ അർത്ഥത്തിലും വെൽ വെൽ വെൽ. അതെ അതെ, പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി, വെൽ മെയിൻറ്റൈൻ, ഫ്രണ്ട്ലി, ഫുഡാണെങ്കിൽ ഹോംലി, ഓക്കെ അടിപൊളിയായിരുന്നു. അതിലുപരി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ബെസ്റ്റ് ഫുഡ്, ഒന്നും പറയാനില്ല. നല്ല വൈബാണ്, നല്ല വ്യൂസ് ആണ്, നല്ല വൈകുന്നേരങ്ങളിൽ നല്ല കോടമഞ്ഞ്. അതുകൂടാതെ അവർക്ക് സ്നാക്സ് ഔട്ട്ലെറ്റ്, സ്നാക്സ് സർവീസ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. നല്ല ഫ്രഷ് ഹോംലി പഴംപൊരി, സ്നാക്സ്, കോഫി ഒക്കെ ഈ പറഞ്ഞമാതിരി 100% ഫ്രഷ്ലി ആയിരുന്നു എല്ലാ സാധനം. അതിൽ റെന്റും എക്കണോമിക്കലാണ്. ഞങ്ങള് വളരെയധികം റൂംസ് ഒക്കെ ആണെങ്കിലും വളരെ നല്ല ഓക്കെ, വെരി ഗുഡ്. എല്ലാം ഒരു ഏകദേശം ഒരു സ്റ്റാർ എത്ര ഉണ്ടെന്ന് അറിയില്ല, എന്നിരുന്നാൽ പോലും ഒരു 4 സ്റ്റാർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര് കേട്ടോ, എല്ലാ അർത്ഥത്തിലും. ഓക്കെ. ഹലോ, ഹായ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണ്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലം. ഫുഡും നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ സർവീസും എല്ലാം കൊണ്ടും എല്ലാം നല്ല അടിപൊളിയാണ്. കുട്ടികളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാവരും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, എല്ലാവരും വരണം, എല്ലാവരും പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടമായി. ഹോംലി ഫുഡ്. കിഡ്സ് പറയണ്ടേ, കിഡ്സ്. ഓക്കെ, വെൽ. അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ച് എനിക്ക് പറയാവുന്നതിലും കൂടുതൽ അറിവോടുകൂടി അവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇത് ഓരോ ബെഡ്റൂമുകളാണ്. നല്ല സൗകര്യം ഉണ്ടായിരുന്നു, എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, ക്ലീനിങ്, ഇതെല്ലാം വളരെ നല്ലതായിരുന്നു. അതൊക്കെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ ഇതിലേക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ തോന്നിപ്പിച്ച സംഭവം. ഇതിപ്പോൾ എല്ലാവരും ഡിന്നറിന് ശേഷം ഒരു ലെമൺ ടീ ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയമാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പുള്ളൊരു സമയമായിരുന്നു. പിന്നെ ഇതിന് ഫ്രണ്ടിലുള്ള കഫേയിലാണെങ്കിലും എപ്പോഴും ആളുകൾ ടീ ബ്രേക്ക് എടുക്കുന്ന ആ ഒരു സ്പോട്ടായതുകൊണ്ട് അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും എപ്പോഴും. പിന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വഴിയാത്രക്കാർക്കൊന്ന് ഇടയ്ക്ക് ഇറങ്ങാൻ തോന്നുന്ന ഒരു സ്പോട്ട് കൂടിയാണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോയി റൂം എടുക്കുന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ല ക്ലീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തോന്നാറുള്ളൂ അല്ലേ. ഇത് അതുപോലുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പുട്ട്, കടല, ബട്ടർ, പിന്നെ ബ്രെഡ്, ബട്ടർ, ജാം, ടീ എല്ലാം കൂടി ചേർന്നിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മഴ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. ഇത് യാത്ര ചെയ്യുന്ന സമയത്ത് 1-2 സ്ഥലങ്ങളിലൊക്കെ ചെറിയ മഴ കിട്ടിയിരുന്നു. അത് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് അതിലേക്കുള്ള എൻട്രൻസാണ്. അവിടെയും പാസ് എടുക്കണം. പാസ് എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു ടീ കൗണ്ടറും കോഫി കൗണ്ടറും എല്ലാം ചേർന്നിട്ടൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അത് കഴിഞ്ഞത് ഇതേപോലെ താഴേക്ക് കുറച്ച് നടന്നിറങ്ങണം. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ഫോറസ്റ്റിനകത്തു കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 2 സൈഡിലും നല്ല കാടും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, എങ്കിലും ഇതുപോലെ കാടിനുള്ളിലൂടെയുള്ള ഒരു നടത്തം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും നല്ല വഴുക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ലിപ്പ് ചെയ്യാതെ നമ്മൾ സൂക്ഷിച്ചൊക്കെ നടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ 1-2 സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എങ്കിലും രസമാണ്. ആൾ കൂടുതലായിട്ട് നമ്മൾ പോകുന്ന സമയത്തേ
ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട് ഒരു രസം അത്ര തന്നെ. അങ്ങനെ ചെന്നിറങ്ങുന്നത് ഇതുപോലെ ചെറിയൊരു അരുവിയിലേക്കാണ്. ഇതുപോലെ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ റൈറ്റ് സൈഡ് ആയിട്ട് 1-2 സ്ഥലങ്ങളിലേക്ക് നമുക്കിങ്ങനെ അരുവിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നല്ല തെളിഞ്ഞ വെള്ളവും നന്നായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി അങ്ങോട്ട് ഇറങ്ങി. ഇതുപോലെ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. കാലൊക്കെ നനച്ച് നമുക്ക് ഇരിക്കാൻ തോന്നും. അധികം ഒഴുക്കില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കുളിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത്തിരി നേരമൊക്കെ ഒന്ന് വെറുതെ വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ ഒഴുകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്തായാലും നല്ല കാമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അരുവി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരികെ വന്നു മൂവാറ്റുപുഴ എത്തി. ക്ലബ് ഷവായിൽ കയറി ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് എല്ലാവരും വീടുകളിലേക്ക് പിരിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്ത നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.